നമസ്കാരം. ഇന്നത്തെ വീഡിയോയിലേക്ക് ഏവർക്കും സ്നേഹപൂർവ്വം സ്വാഗതം. നമ്മുടെ സുരക്ഷ പോലെ തന്നെ പ്രധാനമാണ് പ്രകൃതിയുടെ സന്തുലനാവസ്ഥയും. അതുകൊണ്ട് പാമ്പുകളെ കൊല്ലാൻ ശ്രമിക്കാതെ അവയെ അകറ്റി നിർത്താനുള്ള മുൻകരുതലുകൾ എടുത്താലോ? ഇന്നത്തെ വീഡിയോ ഈ വേനൽക്കാലത്ത് നമുക്ക് ഏറ്റവും ഭയപ്പെടുത്തുന്ന ഒരു കാര്യമാണല്ലേ പാമ്പുകളുടെ ശല്യം. അപ്പോൾ നമുക്ക് വീട്ടിൽ ചെയ്യാൻ പറ്റുന്ന കുറച്ച് ഹോം റെമഡീസും അതിനെ അകറ്റി നിർത്താൻ പറ്റുന്ന കുറച്ച് കാര്യങ്ങളും പറഞ്ഞുകൊണ്ടുള്ള വീഡിയോയാണിത്. എൻ്റെ ഈ കുഞ്ഞു ചാനൽ നിങ്ങൾക്ക് ഏവർക്കും ഇഷ്ടപ്പെടുകയാണെങ്കിൽ ലൈക്ക് ചെയ്യാനും സബ്സ്ക്രൈബ് ചെയ്യാനും ബെല്ലൈക്കൺ എനേബിൾ ചെയ്യാനും മറക്കരുത്. ഇന്നത്തെ വീഡിയോ നിങ്ങൾക്ക് ഉപകാരപ്രദമാകുകയാണ് എങ്കിൽ മറ്റുള്ളവരിലേക്ക് ഷെയർ ചെയ്തെത്തിക്കാനും മറക്കരുതേ. അപ്പോൾ പാമ്പുകൾ വരാനുള്ള പ്രധാന കാരണങ്ങൾ എന്തൊക്കെയാണെന്ന് നമുക്കൊന്ന് നോക്കാം അല്ലേ. പ്രതിവിധികളൊക്കെ പറയുന്നതിന് മുമ്പ് എന്തുകൊണ്ടാണ് പാമ്പുകൾ വരുന്നത് എന്ന് നമുക്കറിയണ്ടേ. വേനൽക്കാലത്ത് പുറത്തെ കടുത്ത ചൂട് താങ്ങാൻ കഴിയാതെ വരുമ്പോൾ പാമ്പുകൾ തണുപ്പുള്ള ഇടങ്ങൾ തേടി വരും. ബാത്റൂമുകളിൽ, തറയിലെ വിടവുകളിൽ, ചെടിച്ചട്ടികൾക്കിടയിൽ, ഷൂവിനകത്ത്, നമ്മുടെ കിടക്കുന്ന വീടിൻ്റെ ബെഡ്റൂമിനകത്ത്, സിങ്കിനകത്ത് ഒക്കെ ഈ പാമ്പ് വന്നിരിക്കാൻ വളരെയധികം സാധ്യത കൂടുതലുള്ള സ്ഥലങ്ങളാണ്. വീടിന് ചുറ്റും എലികളുണ്ടെങ്കിൽ, തവളകളുടെ മുട്ടയുണ്ടെങ്കിൽ പാമ്പുകൾ തീർച്ചയായിട്ടും എത്തും. ഉപയോഗിക്കാതെ സാധനങ്ങൾ കൂട്ടിയിട്ടിരിക്കുന്ന ഇടങ്ങൾ പാമ്പുകൾക്ക് സുരക്ഷിതമായ വീടുകളാണ്. അതുപോലെ തന്നെ വീടിൻ്റെ പരിസരത്ത് കുറ്റിക്കാടുകൾ പോലെയുള്ളതൊക്കെ ഉണ്ട് എങ്കിൽ അതൊക്കെ തെളിച്ച് വൃത്തിയാക്കിയില്ല എങ്കിൽ പാമ്പുകൾക്ക് ഒളിച്ചിരിക്കാൻ പറ്റിയ സ്ഥലങ്ങളാണ്. വിറക് പോലുള്ള സാധനങ്ങൾ വീടിനോട് ചേർന്ന് അടുക്കി വെക്കാതിരിക്കുന്നതായിരിക്കും ഏറ്റവും ഉചിതം. വിറകിനകത്ത് എപ്പോഴും പാമ്പ് വന്നിരിക്കാൻ വളരെയധികം സാധ്യതയുണ്ട്. അപ്പോൾ നമുക്ക് പാമ്പിനെ കൊല്ലാതെ തന്നെ എങ്ങനെ അകറ്റി നിർത്താമെന്നാണ് അടുത്തത് ചിന്ത. അപ്പോൾ അതിനായിട്ട് കുറച്ച് ഹോം റെമഡീസ് ഞാൻ പറയുകയാണ് കേട്ടോ. ഒന്നാമത്തേതാണ് വെളുത്തുള്ളി കായം സ്പ്രേ. പാമ്പുകൾക്ക് തീക്ഷ്ണമായ ഗന്ധങ്ങൾ തിരിച്ചറിയാനുള്ള കഴിവ് കൂടുതലാണ്. അവ നാക്കുപയോഗിച്ചാണ് ഗന്ധം തിരിച്ചറിയുന്നത്. വെളുത്തുള്ളി കായം സ്പ്രേ തയ്യാറാക്കുന്ന വിധം: 10 മുതൽ 15 അല്ലി വെളുത്തുള്ളി നന്നായി അരച്ച് 1 ലിറ്റർ വെള്ളത്തിൽ കലർത്തുക. ഇതിലേക്ക് അല്പം കായവും കൂടി ചേർക്കുന്നത് ഗന്ധം വർദ്ധിപ്പിക്കും. ഈ മിശ്രിതം അരിച്ചെടുത്ത് ഒരു സ്പ്രേ ബോട്ടിലാക്കി വീടിൻ്റെ ഉമ്മറപ്പടിയിലോ ജനൽപ്പാടികളിൽ, എയർ ഹോളുകൾ എന്നിവിടങ്ങളിലൊക്കെ സ്പ്രേ ചെയ്യുക. രണ്ടാമതായിട്ട് വിനാഗിരിയും ഉപ്പുമാണ്. പുറത്തെ തറകളിലോ മുറ്റത്തോ തളിക്കാൻ പറ്റിയ ഒന്നാണ് ഇത്. ഇതിൻ്റെ അസിഡിറ്റി പാമ്പുകൾക്ക് അസ്വസ്ഥതയുണ്ടാക്കും. വെള്ളവും വിനാഗിരിയും തുല്യ അളവിൽ കലർത്തി മുറ്റത്തെ കല്ലുകൾക്കിടയിലും മതിലിനോട് ചേർന്ന ഭാഗങ്ങളിലൊക്കെ ഒഴിക്കുക. മൂന്നാമതായിട്ട് മണ്ണെണ്ണയുടെ ഉപയോഗം. പലരും മണ്ണെണ്ണ ഉപയോഗിക്കാറുണ്ട്, എന്നാൽ ഇത് പരിസ്ഥിതികൾക്കും ചെടികൾക്കും ദോഷമാണ്. എങ്കിലും പാമ്പുകൾ വരാൻ സാധ്യതയുള്ള മാളങ്ങളിൽ മണ്ണെണ്ണയിൽ മുക്കിയ തുണിക്കഷ്ണങ്ങൾ വയ്ക്കുന്നത് പാമ്പിനെ ആ വഴിയിൽ നിന്ന് തിരിച്ചുവിടാൻ സഹായിക്കും. പാമ്പിനെ തുരത്താനായിട്ട് നമുക്ക് വീടിനുള്ളിൽ തന്നെ കുറച്ച് മാറ്റങ്ങൾ വരുത്താം. വീടിൻ്റെ വെന്റിലേഷൻ ഹോൾസിലൂടെ പാമ്പുകൾ അകത്ത് കയറാൻ വളരെയധികം സാധ്യതയുണ്ട്. ഇവിടെ ചെറിയ കണ്ണികളുള്ള മെറ്റൽ നെറ്റുകൾ അടിച്ചുറപ്പിക്കുക. വീടിനുള്ളിൽ ഇൻഡോർ പ്ലാന്റുകൾ വയ്ക്കുന്നവർ ചട്ടികൾക്ക് താഴെ വെള്ളം കെട്ടി നിൽക്കുന്നില്ല എന്നും വലിയ വിടവുകൾ ഇല്ല എന്നും ഉറപ്പാക്കുക. ബാത്റൂമിലെ വെള്ളം പോകുന്ന പൈപ്പുകളിൽ ജാളി അല്ലെങ്കിൽ നെറ്റ് ഉണ്ടെന്ന് ഉറപ്പാക്കുക. വേനൽക്കാലത്ത് ഇതിലൂടെ പാമ്പ് വരാൻ സാധ്യത വളരെ കൂടുതലാണ്. രാത്രികാലങ്ങളിൽ വീടിന് പുറത്ത് നല്ല വെളിച്ചം ഉറപ്പാക്കുക. പാമ്പുകൾ ഇരുട്ടുള്ള ഇടങ്ങളാണ് ഇഷ്ടപ്പെടുന്നത്. വിറക് നേരിട്ട് തറയിൽ അടുക്കാതെ തറയിൽ നിന്ന് അല്പം ഉയരത്തിൽ സ്റ്റാൻഡ് ഉണ്ടാക്കി അടുക്കി വയ്ക്കുക. കോഴിമുട്ടയുടെ തോട്, മീൻ കഴുകിയ വെള്ളം എന്നിവ വീടിന് തൊട്ടടുത്ത് കളയാതിരിക്കുക. പാമ്പ് വന്നാൽ എന്ത് ചെയ്യണമെന്നാണ് അടുത്ത ചിന്ത. പാമ്പിനെ കണ്ടാൽ പരിഭ്രമിച്ച് ഓടരുത്. കുറഞ്ഞത് 5 അടി ദൂരമെങ്കിലും പാലിക്കുക. പാമ്പ് എങ്ങോട്ടാണ് നീങ്ങുന്നത് എന്ന് നിരീക്ഷിക്കുക. അതെവിടെയെങ്കിലും ഒളിച്ചാൽ പിന്നീട് കണ്ടെത്താൻ പ്രയാസമായിരിക്കും. ഉടൻ തന്നെ സർപ്പ എന്ന ആപ്പ് വഴിയോ വനം വകുപ്പിൻ്റെ ഹെൽപ്പ് ലൈൻ വഴിയോ അംഗീകൃത റെസ്ക്യൂവർമാരെ വിളിക്കുക.
ഇന്നത്തെ വീഡിയോ നിങ്ങൾക്ക് ഏവർക്കും ഉപകാരപ്രദമായി എന്ന് ഞാൻ വിശ്വസിക്കുന്നു. ഈ ഉപകാരപ്രദമായ വീഡിയോ മറ്റുള്ളവരിലേക്ക് എത്തിക്കാൻ ഈ ചാനൽ ഷെയർ ചെയ്യൂ. താങ്ക്